ഹായ് അസ്സലാമു അലൈക്കും. നമ്മളെ ഒരു പുതിയൊരു വീഡിയോ കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ ഞാനും ഇക്കാക്കയുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇക്കാക്ക ഉണ്ട്. അപ്പോൾ നമ്മൾ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതായത് മൊത്തത്തിലൊരു നനച്ചൊളി. അപ്പോൾ മുകളിലൊക്കെ ശരിക്കും നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അത് ഇക്കാക്ക ഉള്ളപ്പോഴേ നടക്കുള്ളൂ. പിന്നെ ഈ അലമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെങ്കിലൊക്കെ ഇക്കാക്ക വേണം. അതുകൊണ്ട് അവിടെ ഇവിടെ കുറേ പൊടികളുണ്ട്. അപ്പോൾ ഇക്കാക്ക ഉള്ള സമയത്ത് ചെയ്യാന്ന് വിചാരിച്ചു. കാണിച്ചു തരുന്നതാണ്. നമ്മൾ വഴുതന വെച്ചിട്ട് വഴുതന നമ്മൾ അരിഞ്ഞിട്ട് മസാല ഒക്കെ കൂട്ടിയിട്ട് പിടിക്കും. നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വഴുതന വാങ്ങാൻ പറ്റില്ല. നമുക്ക് അത് ചെയ്യാം. ഇത് ഇനിയുടെ വെക്കും. അയ്യോ ഇതേടെ വെക്ക കൊളത്താൻ എന്തായാലും എല്ലാരും തെറ്റാപ്പതോടെ വെക്കണ്ടല്ലോ. ബെഡ് ഉണക്കാൻ കൊണ്ടുപോകണതായി കാണുന്നത്. നമ്മൾ മുറ്റെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. സ്ഥലങ്ങളൊന്നുമില്ല, സോറി സ്ഥലമില്ല. ഇങ്ങോട്ട് വരെ ഈ ക്യാമറയ്ക്ക് നോക്ക്. ഇങ്ങടാ ഈ ഒരു സിഗ്നൽ മാത്രമല്ല ഇതിൻ്റെ ഇതാ ഈ ഒരു സെറ്റപ്പ്. ഇതൊക്കെ പക്ഷെ അടിയിലുള്ള സ്പേസ് മോൾക്ക് ഇല്ലാന്ന് തോന്നാല്ലേ. എന്താ അങ്ങനെ? അപ്പൊ ബെഡ് ഇടുമ്പോ തോന്നുന്നു. ഇനിയിപ്പോ നമ്മളെ തോന്നലാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങോട്ട് നീക്കിടുമ്പോ ആശ്രയിക്കും. ഇനി ഇതൊക്കെ ഇവിടുന്ന് ആകെ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്യണം. കുപ്പികളൊക്കെ നമുക്ക് നല്ലത് ഈ ബ്ലാക്കൊക്കെ നമുക്ക് താഴെ പരിപാടി. ഇനി സാധനങ്ങളൊക്കെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ എടുത്ത് വെച്ചിക്കുക. ഇനി കുറേ പരിപാടിയിട്ട് കുറേ ക്ലീൻ ചെയ്യാണ്ട്. അതിൻ്റെ ഇടയിൽ ഫുഡും ആക്കണം അല്ലേ. പിന്നെ ഇതിൽ മീനുണ്ട്. മീമയുടെ പിന്നെ അത് ആടെ കിടക്കണം. പിന്നെ ഇതിലുണ്ട് മീമിനെ കാണുന്നില്ല. ആ താഴെ നമ്മളിപ്പം വഴുതന പൊരിക്കാൻ പോവാം. അതിനുള്ള മസാലയും ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും ഇതിലേക്ക് ഇടണം. ഏകദേശം പണി കഴിഞ്ഞ് പപ്പടം കൂടി മുഴുവൻ കൊണ്ടുവന്നിട്ടാണ്. ചോറും കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ കസേര മുകളിൽ കൊണ്ടുവന്നത് തന്നെ. ഇപ്പോൾ നമ്മൾ നിലത്തിരുന്നാണ് ചോറ് തിന്നുന്നത്. ചോറ് ഇത് പൈനാപ്പിളിൻ്റെ കറിയാണ്. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നിൽക്കാത്തപ്പോൾ. പിന്നെ ഇത് ഇറച്ചിക്കറി, പിന്നെ തോരന്, തൈര്, വഴുതന പൊരിച്ചത്. അങ്ങനെ ഇപ്പോൾ ചോറിന്ന് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണികൾ തുടങ്ങാനും വേണ്ടിയിട്ട്. കാക്ക മാമുണ്ടോ? മാമു തിന്നണ്ടേ? റൂമിലേക്ക് വന്നിട്ടാണ്. റൂമിൽ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചത്. എന്താണ്? അയ്യോ 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 അയ്യോ. വൈകുന്നേരമായി ഇപ്പോൾ. പക്ഷേ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ കാക്കൊന്ന് പുറത്തൊക്കെ പോയി. ഞാൻ കൊണ്ട് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഏതായാലും നമ്മൾ റൂം വേഗം വൃത്തിയാക്കിയിട്ട് ഓളുറങ്ങി നീച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ച് ഇവിടെ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ച് എന്നിട്ട് കാക്ക പോയത്. അപ്പം ഇതൊക്കെ ഇവിടുന്ന് ഈ സാധനങ്ങളൊക്കെ മാറ്റി ഇവിടെ അടിച്ചാരി തുടച്ച് ഇപ്പോൾ കാക്ക താഴത്തെ സ്റ്റെപ്പ് ഇങ്ങനെ തുടച്ച് പോവുകയാണ്. ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ ഒന്ന്
വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെക്കണം. അതിനെടുത്തപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ അത് ഞങ്ങൾ പുറത്ത് പോയപ്പെടുത്ത ഫോട്ടോസ് ഇത് വെറുതെ അപ്പം ഞാനിത് ഇവിടെ അതുപോലെ ഇങ്ങനെ തുന്നിക്കൂട്ടി ഉണ്ടാക്കിയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം രാത്രി ഞങ്ങൾ നമ്മൾ വീട് പോകുന്നുണ്ട്. രാത്രി വന്നപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ വേസ്റ്റ് ഇത് ഫുള്ള് കളയാനുള്ളതാണ്. അതായത് മാണ്ടാത്ത നമ്മൾ മാറ്റി വെച്ചതിലുള്ളതാണ്. ഞാൻ ഇപ്പോൾ റൂം കാണിച്ചതല്ല. പിന്നെ ഹോള് ഇതാ ഹോള് ഇതാ ആദ്യം കുഞ്ഞു ഹോളുള്ളൂ. നെയിൽ ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കർട്ടനൊക്കെ നേരത്തെ അലക്കിയതായിരുന്നു, പിന്നെ അതൊക്കെ എനിക്ക് തന്നില്ല. പിന്നെ പ്രത്യേകിച്ചായിട്ട് ശരിക്കും അധികം പണി കുറഞ്ഞത് അടുക്കളയിലാണ്. കാരണം അടുക്കളയിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അത് വേഗം വൃത്തിയാക്കലുണ്ട്. അതുകൊണ്ട് അവിടെ അധികം പണി ഉണ്ടായില്ല. ഏറ്റവും മെയിനായിട്ടുള്ള പണി പറഞ്ഞാൽ മുകളിലേനു. മുകളിൽ ഭയങ്കര കച്ചറയും. കാരണം ആ മഴൻ്റെ ആ ടൈമിന് ഭയങ്കരമായിട്ട് ഈ മഴ ഇങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ട് ചളി കെട്ടി കിടക്കും. അങ്ങനെ അതും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വാതിലിൻ്റെ അവിടെ ഭയങ്കര ചെളിയാണ്. ഏകദേശം നമ്മൾ കഴിയുന്ന പോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ സെറ്റപ്പും പരിപാടികളൊക്കെ ചെയ്തതാണ്. കുറച്ച് കുപ്പി ഉണ്ടേനെ. കുറച്ച് കുപ്പി ഞാൻ പെയിൻ്റ് അടിക്കാനും വേണ്ടി മാറ്റി വെച്ചിട്ട് പുതിയ കുപ്പികൾ ഇറക്കിയതാണ്. ഇതൊരു ബിസ്ക്കറ്റിൻ്റെ കൂടേനെ. അപ്പം ഞാനത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. ചെടി ഉണ്ടാവണുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട്സ് ഇത് നമ്മളെ പുതിയ അതിഥിയാണ്. കുറച്ച് നേരം വന്നിട്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ അടുത്തേനും കിട്ടിയാണ് ഗപ്പി. ഇത് ഫൈറ്റർ. അത്ര തന്നെ. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് കാണാം. പിന്നെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിരുന്നത് എനിക്ക് കുറേ വാങ്ങണം എന്ന് ആഗ്രഹിക്കും. എനിക്ക് കുറേ വാൾ ഡെക്കറേറ്റ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് ഇനി നമുക്ക് മുകളിൽ പോകാം. ഒരു ഇതിൽ തന്നെയാണ് ആദ്യം ഫൈറ്ററിനിട്ട് വെച്ചിട്ടുണ്ടേനെ. അപ്പം ഞാൻ ഇതിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതാണ്. പലകയാണ്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ ചട്ടിയിൽ ഇങ്ങനെ ചെടി വെക്കാനൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ നമ്മളടുത്ത് അതില്ലാത്തതുകൊണ്ട് ഉള്ള പോലെ വെച്ച് പത്തനമുല്ലയാണ് പൈൽ നട്ടത്. ഉള്ളിൽ പത്തനമുല്ല ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നട്ട് വെച്ചത്. വാ എവിടെയോ. അപ്പോൾ നമ്മൾ മുകളിൽ ഇവിടെ ഈ മെയിനായിട്ടുള്ള പരിപാടി ഇവിടെ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ താഴത്ത് കാണുന്നത്. അപ്പോൾ ആവശ്യമുള്ളതെന്ന് വെച്ചെങ്കിൽ മോളെ പഴയ എന്താ പറയുക മറ്റേ ഇതില്ലേ തൊട്ടില, അത് കുറച്ച് സ്പോഞ്ചിൻ്റെ തൊട്ടിലേ. അതും പിന്നെ ഓളെ വേറെ തൊട്ടിലകളും അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ നമുക്കൊരു പുതപ്പുണ്ട്, ഒരു വലിയ പുതപ്പ്. അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ പഴയത് തന്നെ. ഞാൻ അടുത്ത യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വെച്ചതാ. പിന്നെ ഇവിടെ മൊത്തം ഓരോന്നും കാണിച്ചിട്ടുണ്ട്. ഫുള്ള് ക്ലീൻ ആക്കി വെച്ചതാണ്. ഞാൻ നല്ല ഇവിടെ ഭയങ്കര അഴുക്കേനി. ഈ ഒരു സൈഡിൽ രണ്ട് വാതിലിൻ്റെ ഇങ്ങനെ വരുന്ന സൈഡിലാണ് അഴുക്ക് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇതല്ലേ ടെറസല്ലേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ ഈ ടെറസുകളിൽ ഒരു കറുപ്പ് സാധനം ഉണ്ടാവില്ല, ആ അങ്ങോട്ടും കൂടെ അറിയും. അപ്പോൾ മഴ പെയ്യുമ്പോൾ അങ്ങനെ കെട്ടി കിടന്നിട്ട് ഫുൾ ചെളിയായിരിക്കും. ഇപ്പം ഏതായാലും എനിക്കിപ്പോൾ ഒരു പൊട്ടി ചെരുപ്പുണ്ട്. ഇത് തുന്നണം പറഞ്ഞിട്ട് നാളെ കുറേ ഇതിൽ തുന്നിയിട്ടില്ല. പിന്നെ കാക്കൻ്റെ രണ്ട് ഷൂവും ഇതിൻ്റെ ഒരു ഷൂവും അത് മാത്രമേ ചെരുപ്പായിട്ട് ഉള്ളൂ. പിന്നെ പുറത്തുനിന്ന് ഉണ്ടാകുന്ന ചെരുപ്പ് അവിടെ വെച്ച് ബാക്കി ഷൂകൾ ഇഷ്ടം പോലെ കാക്കൻ്റെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് തോട്ട് കളഞ്ഞില്ല കേട്ടോ. അയ്യോ തോട്ട് കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് കേസ് കൊടുക്കും. തോട്ട് കളഞ്ഞിട്ടില്ല. താഴെ ഉണ്ട്, ഞാൻ കാണിച്ചെന്നില്ലേ. താഴെ ഉണ്ട്. ആവശ്യം ആർക്കെങ്കിലും ആണെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ കളയാൻ വെക്കുകയാണ്. കാരണം ഫുള്ള് മറ്റേ എൻ്റെ പേരെന്തേന് പൂപ്പല പൂപ്പല് പിടിച്ച്. കാരണം കുറേ വർഷമായതാണ്. 4 വർഷമുള്ള ഷൂകളാണുള്ളത്. അപ്പോൾ തോന്നും ഇത് കഴിഞ്ഞില്ലേ. വേറെ ഒന്നുമില്ലല്ലോ. അതൊന്നുമില്ല. പിന്നെ ഒരു ബാറ്റ് ഞാൻ പറഞ്ഞത് ഇതെന്ന് വെച്ചെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മോളെ അലമാര ഉണ്ടല്ലേ, അതിൻ്റെ ബാക്കി പീസാണത്. സത്യം പറഞ്ഞാൽ വലിയ പീസുകളാണ്. മറ്റേ ഇതെന്ത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല ഇതിന്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ
ബാക്കിനോട് ഇത് മോളെ എന്താ പറയുക ഡ്രസ്സുകളൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ് ആക്കി വെച്ചു. അപ്പം അത്രേ ഉള്ളൂ. നമ്മളെ നനച്ചുള്ളി പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്ന ബിരിയാണി. ഒരു ദിവസത്തെ അധ്വാനമാണ് ഈ കാണുന്നത്. പക്ഷെ ഒരു വർഷത്തെ ചെളിയില്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നാക്കണതാണ്. പക്ഷെ ഇക്കാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടുപോയത്. ഇപ്പോൾ ഇക്കാക്ക് വന്നപ്പോൾ ഫുൾ ക്ലീനാക്കി. ഇനി എന്താ അടുക്കളല്ലേ ഓടിച്ചാ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ അല്ലോ ജസ്റ്റ് തട്ടിക്കൂട്ടി ഇതാക്കാനുള്ളിരുന്നു. ജസ്റ്റ് തുറക്കാനും കാര്യങ്ങളും. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ അടുക്കള ഉണ്ടല്ലേ, കുഞ്ഞ അടുക്കളയാണ്. അതുകൊണ്ട് വലിയതായിട്ടുള്ള ഇതിപ്പോൾ നമ്മൾ വീട് നനച്ചുള്ളിയൊക്കെ ആണെങ്കിൽ വീട്ടിലെന്ന് വെച്ചെങ്കിൽ 1-2 ദിവസം ഇങ്ങനെ നീണ്ടു പോകും. കാരണം ഓരോന്ന് പിടുത്ത് പെറുക്കി മാറാതെ തട്ടി അതിൻ്റെ ഉള്ളിൽ കയറി വർക്കേരിയ കയറി. നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷെ പണി എന്തേലും. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെന്നാണോ എഡിറ്റ് ചെയ്യാമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞെല്ലാം കൊള്ളാക്കും തോന്നുന്നുണ്ട്. ഇൻട്രോയിലെ പറഞ്ഞു എന്തോ എവിടെ പോക്കെ എത്തിയത്. അപ്പം ബൈ. അസ്സലാമു അലൈക്കും.